വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം നുകർന്ന് കുരുന്നുകൾ. ക്ഷേത്രങ്ങൾക്ക് പുറമെ സാംസ്കാരിക കേന്ദ്രങ്ങളിലും സ്ഥാപനങ്ങളിലുമെല്ലാം കുട്ടികളെ എടുത്തിരുത്തി. ഇതോടെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവവും സമാപിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഹൈന്ദവ വിശ്വാസപ്രകാരം തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തെ അടയാളപ്പെടുത്തുന്ന സുദിനമാണ് വിജയദശമി. രാവണനുമേൽ ശ്രീരാമൻ നേടിയ വിജയത്തെയും മഹിഷാസുരനുമേൽ ദുർഗാദേവി നേടിയ വിജയത്തെയും ഈ ദിവസം പ്രതീകവൽക്കരിക്കുന്നു. അജ്ഞതയുടെ ഇരുൾ നീക്കി അറിവിന്റെ പ്രകാശം ചൊരിയുന്ന വിജയദശമിയെ ഇത്തവണയും ആഘോഷത്തോടെയാണ് വിശ്വാസികൾ വരവേറ്റത്. വിദ്യാരംഭത്തിനുള്ള ഏറ്റവും ശുഭകരമായ സുദിനമായതിനാൽ ഇക്കുറിയും വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം നുകർന്ന് അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെച്ചു. ക്ഷേത്രങ്ങൾക്ക് പുറമെ സാംസ്കാരിക കേന്ദ്രങ്ങളിലും സ്ഥാപനങ്ങളിലുമെല്ലാം പ്രത്യേക ഒരുക്കങ്ങൾ നടത്തി കുഞ്ഞുങ്ങളെ എടുത്തിരുത്തി. ഗണപതിയെയും വിദ്യാദേവതയായ സരസ്വതിയെയും പ്രാർത്ഥിച്ച ശേഷം സ്വർണം കൊണ്ട് കുഞ്ഞുങ്ങളുടെ നാവിലും ചൂണ്ടുവിരൽ കൊണ്ട് പച്ചരിയിലും ഓം ഹരിശ്രീ ഗണപതയെ നമഃ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ എന്ന് എഴുതിക്കുന്നതാണ് ചടങ്ങ്. ഓം ഹരി ശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂജയ്ക്ക് വെച്ച പണിയായുധങ്ങളും വാദ്യോപകരണങ്ങളുമെല്ലാം പ്രാർത്ഥനാപൂർവം വീണ്ടും ഉപയോഗിച്ചു തുടങ്ങുന്നതും വിജയദശമി നാളിലാണ്. മാത്രമല്ല, വാദ്യനൃത്ത സംഗീതകലകൾക്ക് നാന്ദി കുറിക്കുന്ന നാളുകൂടിയാണിത്. നമാമി വിഘ്നേശ്വര പാദപങ്കജം സ്മരാമി തുമ്പി മുഖേശ്വരം ഗണനായകം കരോമി കല്യാണ ഗുരുപൂജനം സദാ നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേഹം നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേഹം നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേഹം. ഇങ്ങനെ വിദ്യയുടെയും കലകളുടെയും ജ്ഞാനത്തിന്റെയും വാഗ്വിലാസത്തിന്റെയും ബുദ്ധിയുടെയും അധിപതിയായ സരസ്വതി ദേവിയെയാണ് നവരാത്രിയിലെ അവസാന ദിവസമായ വിജയദശമി ദിനത്തിൽ പ്രധാനമായും ആരാധിക്കുന്നത്. വിദ്യ അഭ്യസിക്കുന്നവരുടേത് മാത്രമല്ല, വിദ്യ പകർന്നു നൽകുന്നവരുടെയും ആരാധ്യ ദേവതയാണ് സരസ്വതി. അറിവിന്റെയും പ്രകാശത്തിന്റെയും വിജയലോകത്തേക്കുള്ള വാതായനങ്ങൾ തുറന്ന് വിജയദശമി നാളും കടന്നുപോയതോടെ സർവ്വതിനെയും പവിത്രീകരിക്കുന്ന ഈ വർഷത്തെ നവരാത്രി ആഘോഷവും അരങ്ങൊഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.